ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹമ്മിങ് ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേക്ക് വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള പ്രവിത്താനം പാലായ്ക്കടുത്താണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എൻ്റെ കൊളീഗ്സ് അല്ല, കോളേജിലുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ്, അവരെല്ലാവരും കൂടെ എല്ലാ ഓണത്തിനും നമ്മളൊരു ഗെറ്റ് ടുഗദർ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നേക്കുവാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻ്റ് ഉള്ളതെന്നൊക്കെ കാണിക്കാം കേട്ടോ. അതിന് മുൻപ് നമ്മൾ ഈ റൂം കലമ്പാവുന്നതിന് മുന്നേ ജസ്റ്റ് ഇവരുടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഹമ്മിങ് ട്രീസ്. ഇതാണ് ഇതിൻ്റെ ഉണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ഞാൻ വൈകിട്ട് കാണിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് നല്ല പോലെ പാർക്കിംഗ് ഉണ്ട് കണ്ടോ. നമ്മളിങ്ങനെയാണ് എൻട്രി. ഹാളെന്ന് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബെഡ് ആവശ്യമുള്ളതുകൊണ്ട് അവർ എക്സ്ട്രാ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൂംസ് ഇവിടെയുണ്ട് റൂം. ഓക്കെ, കിച്ചൺ ഏരിയ. അതേ നമ്മൾ കിച്ചൺ. അപ്പുറത്തോട്ട് എന്തോ ഒരു വർക്ക് ഏരിയ പോലെ എന്തോ ഒരു ചേട്ടൻ. ഇതാണ് ഒരു റൂം. വാവ്, സൂപ്പർ റൂം. ഇതിൻ്റെ ഈ ഒരു സാധനം എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. റൂമൊക്കെ ആക്ച്വലി അടിപൊളി. ഇവിടെ ലൈറ്റ് ഇട്ട് ഞാൻ കാണിക്കുന്നില്ല, നല്ലതായിരുന്നു. ഇതും ഡൈനിങ് ടേബിൾ. വാവ്, ഇവിടെ ഒരു സ്റ്റേ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ കുടത്തിനകത്തൊക്കെ എന്തെങ്കിലും അവർ മറന്നു വെച്ചിട്ടുണ്ടോ നോക്കോ. ഇനി ഇവിടെ എങ്ങാനും എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഹായ്, കൊള്ളാം കേട്ടോ. ആണെന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട്. ആടി, ഇത് ഒറിജിനല്ല. അപ്പം ഇതാണ് ആ കൊമ്പുള്ള ഫോട്ടോ ഒന്ന് കാണിക്കും. ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇയാളാണ് ഉണ്ടാക്കി തരുന്നത്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമാനാണ്. വാക്വം ക്ലീനർ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ബ്രോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവരിതെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നത് ചേട്ടനാണ്. അതിന് ഇതിനകത്ത് ഓയിൽ ചെയ്യാണ്. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ലാണ്ട്. അതങ്ങനെയല്ല, ഇങ്ങനെ ആക്ച്വലി നമ്മൾ വെച്ചപ്പം തീ ആവുന്ന കഴിച്ചത്. തീ പിടിക്കുന്നു. ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒടുക്കത്തെ സംശയമായിട്ട് നിൽക്കുന്ന ഈ പൂവുണ്ടല്ലോ, ഇതെനിക്കും കുഞ്ഞിപ്പെണ്ണിനും ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്തോ താമര, കുറ്റിത്താമരയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ആകെ ഇവനത് മാത്രം അറിയത്തുള്ളൂ, പാട്ടും പാടും. ആ താമരയാണ്. ഇതിൻ്റെ ഇവിടെ വേറെ കുറേ കണ്ടു കേട്ടോ. നമ്മുടെ ഏലം പോലെ ഇതുണ്ടോ, ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെയാണ് പൂ വരുന്നത്. ഇപ്പോഴാണ് ജസ്റ്റ് ബ്രോനെ ശരിക്കും കാണുന്ന. പുകയ്ക്കകത്തുനിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. ലക്ഷ്മി അവിടെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തൊടുന്നല്ലാണ്ട് ഒരു ഗുണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു അടിപൊളി സ്പേസ് ഉണ്ട്. ശരിക്കും കാടിൻ്റെ ഒരു വൈബ് കിട്ടുന്ന ഒരു പൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ഒരു കാം ആൻഡ് കൂളായിട്ടുള്ള ഒരു പൂൾ ഏരിയ ആണ് ഇവരുടെ വരുന്നത്. 3ാമത്തെ സ്റ്റെപ്പ് വരെ ഇറങ്ങത്തുള്ളോ? ഇവരെ ഞാൻ കണ്ടേ ഇല്ല. കുറച്ചധികം മുരിഞ്ഞതാന്ന് പറഞ്ഞാൽ കുറച്ച് കരിഞ്ഞു. പക്ഷെ ഇതിന് സ്കിന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് ഇത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഔട്ടായേനെ. ഇവിടെ അറിയില്ലെന്ന് പറഞ്ഞിട്ട്
പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാണാൻ പോലും പറ്റുന്നില്ല. അയ്യോ എന്നെ എപ്പോഴും വിളിക്കില്ലേ, ഞാൻ മറ്റേ എവിടെ? ആ അതെ അവിടെ ഇരിക്കണു. കാണാവോ? അവിടെ ഒന്നും അടിക്ക് എത്തുന്നില്ല. അത് ബാറ്റും ഇനി ഞാൻ രണ്ടാമത് ഞാൻ ഔട്ട്. ഇവള് കേറിയില്ല. ആ കളിക്ക്. അപ്പൊ നീ അല്ലായിരുന്നു കേട്ടോ, ശരിക്കും അവളാ കയറണേ. ഔട്ടായിരിക്കാണ്. പോയിരിക്കാണ്. ഇനി കേറിക്കോ. അവള് വരുന്നതിന് പിന്നെ കേറിക്കോ. കേറിക്കോ. അതന്നെ അവള് ശരിക്കും ഔട്ടാണല്ലോ. ആ ഇപ്പൊ പിന്നെ ഔട്ടായി. നീ തോറ്റിട്ട് 2 തവണ. പാശിയേറിയ കളിയാണ് നടക്കുന്നത്. ഇനി നീ കയറ. നീ അടുത്താള്. സെറ്റ് ചിക്കൻ ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റേ സ്കിന്നുള്ള ചിക്കൻ ആയിട്ട് ഇച്ചിരി കരിഞ്ഞൊരു പാടുക പോലെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വെന്തല്ലേ? പ്ലേറ്റ് എടുത്തു. ഇതിനകത്ത് ആരാ കിള്ളിക്കൊണ്ട് പോയേക്കുന്നേ? കിള്ളി തന്നെയാണോ? ഒരു മിനിറ്റ് ലെഗ് പീസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് ആദ്യം എന്തോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവരുടെ ചിക്കൻ ടേസ്റ്റ് ചെയ്യാവേ. 2 വാക്ക് പറഞ്ഞോ. ഇത് വളരെ നല്ലൊരു ഇതാണ്. ശരിക്കും കൊള്ളാടേ. നമുക്ക് ഇത് ചെയ്യണോ? ഗാർണിഷ് ചെയ്യണോ? ആ പൂ പറിച്ചിട്ടു. വീണ് കഴിഞ്ഞപ്പോ ശരിയായിട്ടുണ്ട്. ചിക്കനെ ഇതിവിടെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതെല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ചെറിയ പീസുകൾ ഏകദേശം ഒരേ വേവുള്ള പീസുകൾ. അല്ലെ വേവാൻ പാടായിരിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ചിറക് വിരിച്ച കോഴി. ഇത് തൊലിയുള്ള ചിക്കനാണ് ഭയങ്കര പാടാണ്. അതിനാ പെട്ടെന്ന് കരിയുന്നത് വിത്ത് സ്കിന്നല്ലേ മേടിച്ചിരുന്നത്. അപ്പൊ ഒലിച്ച് കളഞ്ഞിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് കഴിക്കാം. അതാ ഈ സ്കിൻ മാത്രമേ കരിയുന്നത്, അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയ സാധനം അല്ലല്ലേ? ഓക്കെ. അതെന്നാന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല. ദിസ് ഈസ് ദ മാജിക് ബോക്സ്. എന്തേലും പറയും. ഡിസ്ട്രിബ്യൂട്ടർ കം. എപ്പോഴും ഈ കൈയാണല്ലോ. ഞാൻ കഴിക്കുന്നില്ല. ഞാൻ നിന്റെ കയ്യാ മൊത്തം. ചെക്കിയണ്ടേ? പിള്ളേരൊക്കെ ഉള്ളതല്ലേ? വീഡിയോ എടുക്കണ ഈ ഫോണിന്റെ മറ്റേ സ്റ്റോറേജ് ഉണ്ട്. 512 GB ഉണ്ട്. നമ്മള് നമ്മുടെ പ്ലേറ്റിൽ മയണൈസ് ഉണ്ട്. ഇതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ലൊരു പീസ് കിട്ടാൻ. പോകണ്ട പോകാം. എൻ്റെ ദൈവമേ, എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം നൈസായിട്ട് കട്ട് ചെയ്ത് ഉന്തല്ലേ പാവോടെ
ഇവിടെ നീന്താനോ ഇത്ര നാളോ? നീ ആര്? പാവം കേട്ടോ. ഇങ്ങോട്ട് നോക്ക. യശോദേ, നല്ല ആളുണ്ടോ? ആ കാല് പിടിച്ചോ. നമ്മുടെയോ ഞാനടുത്ത കൊച്ചുകളുടെ എടുത്ത് പഠിച്ചില്ല. ആ ഫോട്ടോ എടുക്കാം. നിന്നോ, നന്നായിട്ട് നിക്കേ. അത് വീഡിയോ കണ്ടാ റേഡി പട്ടി ശിവരാ ഇത് സ്കൂളിൽ ചാടുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. സ്കൂളിൽ ചാടി, പിന്നെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ വന്നിരിക്കുവാണ്. ഹെയറൊക്കെ ഉണക്കിയിട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി എന്നുള്ളത് ഞങ്ങൾ വഴി കാണിക്കാം. ഹായ്, നമ്മൾ ഫുഡ് കഴിക്കുവാണ്. എല്ലാവരും ഫുഡ് കഴിക്കുവാണ്. ഇവർ ലേറ്റായിട്ട് വന്നവരാ കേട്ടോ. അതെ, നിങ്ങളാണ് ഏറ്റവും ലേറ്റ്. അത് ശരിയാ. ഫുഡ് ഇവർ കോഫി ഉണ്ടാക്കുവാണ്. എടി ഇത്രയും പഞ്ചസാര ആർക്കാ? കുറച്ചുകൂടെ പഞ്ചസാര ഇട്. എനിക്ക് അത് ഇടണ്ട. പാൽ വേണ്ട, എനിക്ക് മറ്റേ പാൽപ്പൊടി വേണ്ട. പടത്തിന്റെ പേരിന്റെ സ്റ്റാർട്ടിങ് മൂന്നോ മേല് കൊട്ടാരം വീട്ടില് മറ്റേ വലിയേട്ടനാണോ? വലിയേട്ടൻ വീട് വിഷം ഈ കണ്ണിനകത്തുള്ള എന്തെങ്കിലും വേറെ സ്പെഷ്യൽ സാധനങ്ങളാണോ? നട്ട് കണ്ണു നട്ട് ഈ മിഴി നട്ട് കണ്ണു നട്ട് കാത്തിരുന്നു. ഈ കണ്ണുനട്ട് അത് പാട്ടല്ലേ? കണ്ണു നട്ട് കാത്തിരുന്നിട്ട് പറഞ്ഞോ. പാട്ട് ഓഫ് ചെയ്യാവോ? ഈ കണ്ണുനട്ട് അങ്ങനെയൊന്നും പടമൊന്നുമില്ല. ഇത് ആര്? ചൂട ഓവർ ചൂട ഇത്ര ചൂടുണ്ടാവും. അവരോട് ചൂട് മാറ്റാൻ പറഞ്ഞ, തീ മാറ്റാൻ പറഞ്ഞ കിടക്കാൻ പോകുന്ന കിടക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഒന്നാമത്തെ വാക്ക് കാണിച്ചാ, മൂന്നാമത്തെ വാക്ക് കാണിച്ചാ, രണ്ടാമത്തെ എന്റെ അല്ലേ? എന്റെ വീട് അപ്പൂട്ടിയല്ലേടാ? ഒന്നാമത്തെ ഞാൻ എന്റെ അപ്പു. അപ്പു ഇല്ല, കുടുംബം രണ്ടാമത്തെ കുടുംബം, ആദ്യത്തെ രണ്ട് കുടുംബം ആണുങ്ങൾ കൂട്ടുകുടുംബം
രണ്ടാമത്തെ വാക്കില് കുടുംബം. ഒന്നാമത്തെ കുടുംബം. ഒന്നിന്റെ രണ്ടാമത്തെ വാക്ക്. എത്ര വാക്കില്ല? രണ്ടാമത്തെ വാക്കാണ് കുടുംബം. ഒന്നാമത്തെ വാക്കാണ്. രണ്ടാമത്തെ വാക്ക് കുടുംബം അല്ലേ? ഒന്നാമത്തെ വാക്കാണ് കുടുംബം. രണ്ടാമത്തെ വാക്ക് കുടുംബം മനസ്സിലായി. കുടുംബം. ഒന്നാമത്തെ കുടുംബത്തിന്റെ കുടു കുടു കുടും കുടു ആദ്യം കുംഭ അതല്ല അവര് ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം ഓക്കെ അതിനുശേഷം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നോക്കി പോതാണേ. പ്ലാനുണ്ട്, പക്ഷേ റീലൊക്കെ എടുക്കാൻ പ്ലാനുണ്ട്. പക്ഷേ ഇവരാരും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ പുറകെ നടന്നാലും ഭയങ്കര അഹങ്കാരവും അഭിനയിക്കാൻ അറിയാവുന്നതിൻ്റെ ഒരു ഹുങ്കും അതെ ഭയങ്കരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മാത്രമല്ല ജസ്റ്റ് ബ്രോയും ലക്ഷ്മിയും അതെ 1:30 വരെ ഇവര് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ജസ്റ്റ് ബ്രോ ഒക്കെ 2:30 വരെ, നമ്മൾ 1:30 കണ്ടൊക്കെ വന്ന് കിടന്നു. വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല, ഇരിക്കുമായിരുന്നു. നല്ല ആ ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാവേ. ഞാൻ ഫുഡ് കഴിക്കുവാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം, പിന്നെ ഇതെന്താ, കറി, മുട്ടക്കറി, താങ്ക് യു, സ്നേഹനിധിയായ സ്റ്റൂ ഉണ്ട്. ഇതെന്താ, അത് ഒന്നുമില്ല. സോറി ഒരു മുട്ടയുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ വിഷനില്ല, കട്ടായി പോയി. അതിനകത്തൊന്നുമില്ലല്ലോ. അത് ഈ സാധനം രാവിലെ എടുത്തുകൊണ്ട് വിടുന്ന പങ്കായം തുഴയുമായിരുന്നു ദിവൻ. ജസ്റ്റ് ബ്രോ വിജയത്തിന്റെ സേനാനി ബൂസ്റ്റ്. ഹായ് പറ. നേരം വെളുത്തത് അറിയാത്ത KR ബ്രോ. മാച്ചോ ചേട്ടൻ ഇവരൊക്കെ ഇവിടെ കിടന്ന് എൻജോയ് ചെയ്യാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പീക്കിരി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു കുട്ടിയാണിത്. ഈ ചെറിയ പ്രായത്തിലെ സ്വയം പര്യാപ്തയും വളരെ ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ളൊരു ഗേളാണ് പീക്കിരി. പീക്കിരി വീഴരുത്. ഞാനിപ്പോൾ ഒത്തിരി പൊക്കി അടിച്ചിരിക്കുവാണ്, ശ്രദ്ധിക്കണം, വീഴരുത്. മുൻഷിക്കാത്തൊരു കോഴിയായിട്ട് കിടക്കത്തില്ല. അതേപോലെ രാവിലെ ഒരു പ്ലേറ്റ് ആയിട്ട് പ്ലേറ്റ് വന്നു. ഇനി നമുക്ക് അപ്പം എടുക്കാം. എടി വാടി, ഇവിടെ ഇരിക്കടി എവിടെയും. ഇതെന്താ ഇങ്ങനത്തെ ഒരു അപ്പം? ഈ അപ്പം എനിക്ക് വേണ്ട, ക്യാൻസൽഡ്. ഇനി ഫുള്ളായിട്ടുള്ള അപ്പം തന്നെ വേണം. ഈ അപ്പം ഈ 2 അപ്പം എടുത്താൽ ഈ 2 അപ്പം അങ്ങ് തിരിച്ചു വെക്കാം. ജസ്റ്റ് ബ്രോ ഉഡായ്പ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി കൊച്ചായ സിഞ്ചു ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരി. ഇതെനിക്ക് KK വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് തന്നതാണ്. KK സേതു. അപ്പം നമുക്കിത് പ്ലീറ്റ് എടുക്കാം. എന്ത് ചെയ്യാം, ഒരു കഴിവുള്ള കുട്ടിയായിപ്പോയി. നമ്മള് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ഈ മാച്ചോ ചേട്ടൻ യാതൊരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഈ കുഞ്ഞു നിൽക്കുന്ന ആളാണ് മാച്ചോ ചേട്ടൻ. തലയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ്
നമ്മൾ ആക്ച്വലി ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് അത്തമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയും. എല്ലാവരും കൂടെ പറയും. എന്നാ ഇങ്ങോട്ട് വേഗം വന്നിട്ട് എല്ലാരും 100 തവണ വിളിച്ചാലും ആരും വരത്തില്ല. ഇന്ന് അത്തവാ. യെസ് യെസ്, ഇന്ന് അത്തവാ. അതുകൊണ്ട് ഒരുങ്ങിയതിന് എന്തായാലും ഗുണമുണ്ട്. അല്ലെങ്കിൽ നമ്മള് നാണം കെട്ടുപോയേനെ. ഇത്രയും കെട്ടി ഒരുങ്ങിട്ട് ഇന്ന് 16-ാം തീയതി എങ്ങാണ്ടല്ലേ ആയുള്ളൂ. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? ഇലവിഴപ്പൂഞ്ചിറ പ്ലാൻ മാറ്റിയിട്ട് നേരെ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് പോവാം. എല്ലാരും വരി വരിയായി ഫ്രണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വരി വരിയായി പോകുന്നു എല്ലാരും. ഒരാൾ വീഡിയോ എടുക്കുമ്പോഴാണോ വൈപ്പർ അത്യാവശ്യം മാനേഴ്സ് കാണിക്കാൻ. ഇത് കഴിക്കാൻ വേണ്ടി സാരി പോലും മാറാതെ വന്ന ഞാനും ലക്ഷ്മി ഇപ്പം ആക്ച്വലി ശശിയായിരിക്കുകയാണ്. കാരണം മീൽസ് ഒന്നും ഇല്ല. നമ്മളെന്തോ ബാർ റെസ്റ്റോറൻറ്റിൽ എന്തോ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. മീൽസ് ആക്ച്വലി ഇല്ല. പിന്നെ അതേ ആ ജസ്റ്റ് ബ്രോ നമ്മുടെ വണ്ടീനെ കുത്താൻ വന്നു. പറ എന്താ നമ്മൾ കഴിക്കാൻ പോണെന്ന് പറ. മീൽസ് നമ്മൾ ഈരാറ്റുപേട്ടയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി ബാലൻ ഒരു കാലൻ പാവം നമ്മള്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഇല്ലിക്കക്കല്ലിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇത് അത്യാവശ്യം കൊള്ളാം. ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. പിന്നെ വെയിറ്റ് ചെയ്താ മുഷിഞ്ഞിരുന്ന് അവസാനം കിട്ടിയപ്പം കൊടുക്കുന്ന ടേസ്റ്റും തോന്നി. ഇതിന്റെ പേരെന്തായിരുന്നു? ഷോപ്പിന്റെ പേരെന്തായിരുന്നു? അയ്യോ എന്തോ ഒരു പേരായിരുന്നു. എമ്മ കൂട്ടിയത്. നമുക്ക് ഈരാറ്റുപേട്ടയിലുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ ഇവിടുത്തെ ബാർ റെസ്റ്റോറൻറ്റ്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചത്. പിന്നെ ബിരിയാണി അത്യാവശ്യം നല്ലതായിരുന്നു. ഗൈസ് നമ്മൾ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. നമ്മളങ്ങനെ ഫൈനലി ഇല്ലിക്കക്കല്ല് നമ്മുടെ ബാക്ക് സൈഡിലായിട്ടുണ്ട്. ഇല്ലിക്കക്കല്ല് വരുമ്പോഴല്ലേ ഞാൻ കുഞ്ഞാവനെ ഓർക്കും. ഇതെങ്ങനെ നോക്കിക്കോ, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഒരിക്കൽ കൂടി അല്ല, സ്ഥിരമായിട്ട് വരേണ്ടി വരും. അത്രയും അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. സൂപ്പർ. ഒരു രക്ഷയില്ല, വരാത്തവര് വരും. നോക്ക്, ഞാൻ പറഞ്ഞത് നോക്കിക്കോ നിങ്ങൾ, എങ്ങനുണ്ട് വ്യൂ എന്നുള്ളത്. ഒരു രക്ഷയില്ല. അവിടെ മേത്തുനിന്ന് കിട്ടിയതാ. ഈ കടയിൽ നിന്നാണ് നമ്മൾ നാരങ്ങ വെള്ളം മേടിച്ചത്. ഞങ്ങളെ കണ്ടിട്ട് ഇവിടുത്തെ ചേച്ചി ചോദിക്കുക പൂക്കള മത്സരത്തിന് പോയതാണോ? ഞങ്ങൾ സായം കൂടെന്ന് പറയും. എന്തേലും പറ, എന്തേലും പറ. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റ് ഉണ്ട്, പക്ഷെ ഒടുക്കത്തെ വെയിലുണ്ട്. ഗൈസ്, അപ്പം നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. കംപ്ലീറ്റ് ആയി നല്ല പറയുന്നത് എന്താ, വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അതെ, വൈൻഡപ്പ് ചെയ്തിരിക്കണം. അപ്പം ഞങ്ങൾ വ്ളോഗും ഏകദേശം ഇവിടെ വെച്ച് തന്നെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഇത് വെച്ചുകൊണ്ടിരുന്നാലും എഡിറ്റ് ചെയ്തൊക്കെ എപ്പിടാൻ പിന്നെ എന്താണ് എന്താ പറയുക, കൺക്ലൂഷൻ ഇല്ലാത്തൊരു വീഡിയോ ആയിപ്പോവും. പൊതുവെ എൻ്റെ വീഡിയോസ് എല്ലാം കൺക്ലൂഷൻ ഇല്ലാത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളിത് തൊടുപുഴയ്ക്ക് മാപ്പിടാൻ വേണ്ടി റേഞ്ച് ഇല്ല. അപ്പോൾ മാപ്പിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ബൈ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം.